ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷ് ആണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വിലപ്പെട്ട ഒരു ദിവസമാട്ടോ. ഇന്ന് എൻ്റെ വിവാഹ വാർഷികമാണ്. പക്ഷേങ്കിൽ അത്രത്തോളം ഒന്നും ആഘോഷിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം എൻ്റെ മോൻ ഇവിടെ ഇല്ലായിരുന്നു, ആശുക്കൂട്ടൻ ഇല്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് അത്രത്തോളം ഒന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറ്റാത്തൊരവസ്ഥയൊക്കെയല്ലേ നമ്മുടെ അവസ്ഥ. പക്ഷെ എങ്കിലും പിന്നെ എന്നാ പറയുക, എൻ്റെ പൊന്നുകൊച്ച് എനിക്ക് കുറച്ച് കൊഞ്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കൊഞ്ചൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കൊഞ്ചൊക്കെ എനിക്ക് കഴിക്കാൻ എനിക്ക് ഓൾറെഡി കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബിരിയാണിയുടെ ഒരു റൈസൊക്കെ ഞാനൊരു 3-4 സ്പൂണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റൊക്കെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ചെറിയൊരു ഗിഫ്റ്റാണെങ്കിലും നമുക്കത് തരുന്നിടത്ത് നമുക്ക് ഭയങ്കര ഹാപ്പിയാണല്ലോ. ഞാനും അതെല്ലാം ഓർത്ത് ഞാനും ചെറിയൊരു പൈസയുടെ ആണെങ്കിലും ഒരു 500 രൂപയുടെയൊക്കെ താഴെയേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ഷർട്ടൊക്കെ പുള്ളിക്ക് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര അതൊക്കെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് ക്ഷീണങ്ങളാണ്. പക്ഷെ നമ്മുടെ ഈ ഉള്ള ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം, മുമ്പോട്ട് പോകണം എന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് പുള്ളിക്ക് കൊടുത്തപ്പോൾ പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പുള്ളി അറിയാതെയാണ് ഞാൻ രഹസ്യമായിട്ടാണ് അതൊക്കെ ചെയ്തേക്കുന്നു. 500 രൂപ എന്നുള്ളൊരു പൈസയല്ല നമ്മുടെ ജീവിതത്തിൽ. പിന്നെ പൈസയുടെ വിലയൊന്നുമല്ല, നമ്മുടെ സ്നേഹം, നമ്മൾ കരുതുന്ന അവസ്ഥ, ഇതൊക്കെയാണ്. കാരണം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ രാവിലെയൊക്കെ ഞാൻ ജസ്റ്റൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് മുറിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി കേക്കൊക്കെ മുറിച്ചപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കുഞ്ഞുകൊച്ച് എൻ്റെ കിച്ചണിലൊക്കെ കയറി എല്ലാം ചെയ്തു. ഭയങ്കര ഹാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഓൾറെഡി ഇമ്മ്യൂണോതെറാപ്പിക്കൊക്കെ പോകണം. ഇമ്മ്യൂണോതെറാപ്പിക്ക് നാളെ രാത്രി തന്നെ പോകണം. രാത്രി എന്നല്ല, ഓൾറെഡി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകും. അല്ലെങ്കിൽ 1:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് മിക്കവാറും മഴയുടെയൊക്കെ അനുസരിച്ച് നമ്മൾ പോവുകയാണ്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം റോഡൊക്കെ മുഴുവൻ ബ്ലോക്കാണ്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം, നമ്മുടെ ടയർ ഇന്ന് പഞ്ചറായിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ. അപ്പം ടയർ ഓൾറെഡി നമ്മൾ ചെയ്യുന്നൊരു കടയൊക്കെ ഉണ്ടായിരുന്നു ഉളിക്കലിൽ. പക്ഷേ പുള്ളിക്കാരൻ നിന്നൊക്കെ കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി രാവിലെ തന്നെ പോയിട്ട് അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയൊക്കെയാണ്. കാരണം 24 വർഷം പൂർത്തിയായി, 25ാം വർഷത്തിലേക്ക് കടക്കുവാണ്. കാരണം ഈ ജീവിതകാലത്ത് നമ്മളെന്തെല്ലാം ഒത്തിരി പിന്നെ നമ്മൾ സഹിച്ചിട്ടും പിന്നെ ഒത്തിരി നമ്മൾ വിഷമിച്ചിട്ടൊക്കെ ഇത്രത്തോളം പോകുന്നു. പക്ഷെ അതിനേക്കാളും സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സങ്കടപ്പെടുന്നതിനേക്കാളും നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ജീവിതത്തിൽ. നമുക്കിപ്പോൾ ഒരു രോഗം വന്നത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ലൈഫിൽ. അല്ലാതെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഞങ്ങളുടെയൊക്കെ ഫാമിലിയൊക്കെ എപ്പോൾ സപ്പോർട്ടാണ്. കാരണം അത്രത്തോളം സന്തോഷത്തോടെ കേട്ടോ ഞങ്ങളുടെയൊക്കെ ലൈഫ്. പിന്നെ അതുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇടണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് കുഞ്ഞു ക്ഷീണമൊക്കെ ഉണ്ട്, അതിൻ്റെതായ കുഞ്ഞു വിഷമങ്ങളുണ്ട്. പക്ഷെ എങ്കിലും ഇന്നലത്തെക്കാളും ഒക്കെ മിനിഞ്ഞാന്നത്തെക്കാളും ഒക്കെ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഓക്കെയാണ്. പിന്നെ രാവിലെ ഒരു പേരക്കയൊക്കെ മുറിച്ച് ഞാൻ കുറച്ച് കഴിച്ചു. പിന്നെ ഇന്ന് നെയ്ച്ചോറിൻ്റെ അരി അതൊക്കെ ചോറ് വെച്ച് തന്നെ കുറച്ച് മാത്രം കഴിച്ചു. അതങ്ങനെ അത്രത്തോളം കഴിച്ചു. പിന്നെ കുറച്ച് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് പോസിറ്റീവാണ്. അത്രത്തോളമൊക്കെ എനിക്ക് കഴിക്കാനൊക്കെ പറ്റുന്നുള്ളൂ. പിന്നെ ഓൾറെഡി ഞാൻ പാലൊക്കെ ഒഴിച്ചിട്ട് എനിക്ക് അനാർ ജ്യൂസൊക്കെ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇന്നിപ്പം രാവിലെ ഇതുവരെ ഞാൻ വോമിറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്രത്തോളം ആശ്വാസത്തിലൊക്കെ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം, നല്ല മഴയാണ് ഇവിടെ, നല്ല മഴയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് അവരൊക്കെ എന്നാ പെരുന്നാളിൻ്റെ തിരക്ക് കാര്യങ്ങൾ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് അത്രത്തോളം ഒന്നും പെർഫെക്റ്റായിട്ട് അവരോടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ പെർഫെക്റ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.